ഹലോ സുഹൃത്തുക്കളെ, ഈ പുതിയ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. പാസ്റ്റർ എൽവിസ് നടത്തിയ വളരെ കൗതുകകരമായ ഒരു പ്രഭാഷണത്തിൽ നിന്നുള്ള ആശയങ്ങളാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. അതായത് 12 വയസ്സുള്ള യേശുവിന്റെ പുരാതനമായ ഒരു കഥയിൽ നിന്ന് ഇന്നത്തെ കാലത്തെ മാതാപിതാക്കൾക്ക് പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്ന അതിശയകരമായ ഒരു മാർഗരേഖയാണ് അദ്ദേഹം വരച്ചു കാണിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ? പിന്നത്തെ നമ്മുടെ യാത്ര പ്രധാനമായും ഈ 6 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. യെരുശലേമിലെ 12 വയസ്സുകാരനായ യേശു, മാതാപിതാക്കളോടുള്ള പൂർണ്ണ അനുസരണം, ജ്ഞാനത്തിലും വിവേകത്തിലുമുള്ള വളർച്ച, തർക്കമില്ലാതെയുള്ള അംഗീകാരം, ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതി, പിന്നെ അവസാനമായി ഇന്നത്തെ കുടുംബങ്ങൾക്കുള്ള വിലപ്പെട്ട പാഠങ്ങൾ. കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ഭാഗം, യെരുശലേമിൽ 12 വയസ്സുള്ള യേശു. നോക്കൂ, തിരക്കേറിയ ഒരു നഗരത്തിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ പെട്ടെന്ന് കാണാതാവുക എന്നത് ഏതൊരു അച്ഛനമ്മമാരുടെയും ഏറ്റവും വലിയ പേടിസ്വപ്നമല്ലേ? ഹാർട്ട് അറ്റാക്ക് വരാൻ അതുതന്നെ മതി. മറിയയും ജോസഫും അനുഭവിച്ച ആ 3 ദിവസത്തെ ഭീകരമായ അവസ്ഥയൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ആദ്യ ദിവസം യാത്രാസംഘത്തോടൊപ്പം നടന്നു. രണ്ടാമത്തെ ദിവസമാണ് കുട്ടിയെ കാണാനില്ലെന്ന സത്യം അവർ തിരിച്ചറിയുന്നത്. പിന്നെ അന്വേഷണമായി. ഒടുവിൽ 3-ാം ദിവസം അവർ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്നത്തെ പോലെ മൈക്കിലൂടെ വിളിച്ചു പറയാനോ മൊബൈൽ ഫോണിൽ വിളിക്കാനോ അന്ന് യാതൊരു സൗകര്യവുമില്ലായിരുന്നു. ഒടുവിൽ നെഞ്ചിടിപ്പോടെ അവരവനെ കണ്ടെത്തുമ്പോഴോ, അതാ പണ്ഡിതന്മാരുമായി വളരെ ഗൗരവത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യേശു. അപ്പോൾ അവൻ അമ്മയോട് പറഞ്ഞ വളരെ ശാന്തവും എന്നാൽ അമ്പരപ്പിക്കുന്നതുമായ മറുപടി ഇതാണ്: എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ശരിക്കും ആ ഒരൊറ്റ നിമിഷം ആ മാതാപിതാക്കളെ എത്രമാത്രം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകും അല്ലേ? ഇനി നമ്മുടെ രണ്ടാമത്തെ ഭാഗം, മാതാപിതാക്കളോടുള്ള പൂർണ്ണ അനുസരണം. നാസറേത്തിലെ യേശുവിന്റെ പിന്നീടുള്ള ജീവിതത്തിൽ നിന്ന് പാസ്റ്റർ വളരെ വ്യക്തമായി എടുത്തുകാട്ടുന്ന 7 സവിശേഷതകളാണിത്. മാതാപിതാക്കളോടുള്ള അനുസരണം, അവർക്ക് അഭിമാനം നൽകൽ, അമ്മയ്ക്കും അച്ഛനും ഒരുപോലെ കീഴ്പ്പെടൽ, ജ്ഞാനത്തിൽ വളരുക, ആ ജ്ഞാനം നിലനിർത്തുക, തർക്കമില്ലാതെ അനുസരിക്കുക, പിന്നെ എല്ലാവരുടെയും പ്രീതി നേടുക. കേൾക്കുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നാമെങ്കിലും ഇത് ഇന്നത്തെ കാലത്ത് എങ്ങനെ പ്രായോഗികമായി മാറ്റാമെന്നതാണ് നാം ഇനി നോക്കാൻ പോകുന്നത്. പാസ്റ്റർ എൽവിസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. യഥാർത്ഥ അനുസരണം എന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ല, മറിച്ച് മാതാപിതാക്കളുടെ ചെറിയ ദൈനംദിന നിർദ്ദേശങ്ങൾ സന്തോഷത്തോടെ കേൾക്കുന്നതാണ്. ഉദാഹരണത്തിന്, മോനെ ആ ബുക്ക് അവിടെ എടുത്തുവെക്കൂ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നത് മാതാപിതാക്കൾക്ക് വലിയ അഭിമാനവും സന്തോഷവും നൽകുന്നു. മറിച്ച് ധിക്കാരത്തോടെയുള്ള ഒരു പെരുമാറ്റം എത്രമാത്രം നിരാശയാണുണ്ടാക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. ചെറിയ കാര്യങ്ങൾ പോലും കേൾക്കുന്ന കുട്ടികളെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് 3-ാമത്തെ ഭാഗം, ജ്ഞാനത്തിലും വിവേകത്തിലുമുള്ള വളർച്ച. ഇത് വളരെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. മുതിർന്നവരുടെ ഉപദേശങ്ങൾ നിരസിക്കുകയും എന്തിനും ഏതിനും തർക്കിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയെ പ്രഭാഷണത്തിൽ വിശേഷിപ്പിക്കുന്നത് വിഡ്ഢിയായ കുട്ടിയെന്നാണ്. എന്നാൽ മറുവശത്ത് കേൾക്കാൻ തയ്യാറാകുന്നതുകൊണ്ടു മാത്രം വിവേകം വർദ്ധിക്കുന്ന ഒരു ജ്ഞാനിയായ കുട്ടിയെയും നമുക്ക് കാണാം. യേശു മുതിർന്നവരുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായതുകൊണ്ടാണ് അവൻ ജ്ഞാനത്തിൽ വളർന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അപ്പോൾ കേൾവി എന്നത് ജ്ഞാനത്തിലേക്കുള്ള ആദ്യ പടിയാണല്ലേ? ഇനി 4-ാമത്തെ ഭാഗം, തർക്കമില്ലാതെയുള്ള അംഗീകാരം. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണിത്. ഒരാശാരിയായ ജോസഫിന്റെ ലളിതമായ ജീവിതം യേശു ഒരു പരാതിയുമില്ലാതെ അംഗീകരിച്ചു എന്നതാണ് ഇതിലെ കാതലായ വിഷയം. എന്തുകൊണ്ട് ഞാനൊരു പണക്കാരന്റെ വീട്ടിൽ ജനിച്ചില്ല എന്നോ എനിക്ക് ആ സാധനം വേണം ഈ സാധനം വേണമെന്നോ അവൻ ഒരിക്കലും ചോദിച്ചില്ല. തനിക്ക് ലഭിച്ച ജീവിത സാഹചര്യങ്ങളെ അവൻ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും തർക്കങ്ങളില്ലാതെ മാതാപിതാക്കളെ പിന്തുടരുകയും ചെയ്തു. ഇത് ഇന്നത്തെ കുട്ടികൾക്കും നമുക്കും വലിയൊരു പാഠമല്ലേ? ഇവിടെ പാസ്റ്റർ നൽകുന്നത് വളരെ പ്രായോഗികമായ, എന്നാൽ പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു ഉപദേശമാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികളോട് അവർക്ക് എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ച് ഒരു മെനു കാർഡ് പോലെ പലതരം ഓപ്ഷനുകൾ നൽകുന്ന രീതിയുണ്ടല്ലോ. എന്നാൽ പ്രഭാഷണത്തിൽ പറയുന്നത് നേരെ തിരിച്ചാണ്. കുട്ടികൾക്ക് കൃത്യമായ ഭക്ഷണം വിളങ്ങുക, എന്താണ് വേണ്ടതെന്ന് ചോദിക്കാതിരിക്കുക, യാതൊരു ഓപ്ഷനുകളുമില്ലാതെ അവർ അത് കഴിക്കാൻ ശീലിക്കട്ടെ. ഇത് അത്ര എളുപ്പമല്ലെങ്കിലും മാതാപിതാക്കളുടെ അധികാരം സ്ഥാപിക്കാനും കുട്ടികളിൽ വിനയം വളർത്താനും ഇത് വളരെ അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നു. 5-ാമത്തെ ഭാഗം, ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതി. ഇതിലെ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ കാര്യം ഇതാണ്. യേശു കാട്ടിലോ ഗുഹയിലോ പോയി ഒറ്റപ്പെട്ട് തപസ്സിരിക്കുന്ന ഒരു സന്യാസി ആയില്ല എന്ന് പാസ്റ്റർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. മറിച്ച് അവൻ സമൂഹത്തിൽ ആളുകൾക്കിടയിൽ ജീവിച്ചു, ദൈവത്തിന്റെയും അതുപോലെ മനുഷ്യരുടെയും പ്രീതി നേടി വളർന്നു.
അതായത് ഭക്തിയെന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് ഓടിയൊളിക്കലല്ല. ഒരു കുട്ടി സമൂഹത്തിനു കൂടി പ്രയോജനമുള്ളവനായി എല്ലാവരുമായി ഇടപഴകി വളരണം എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നമ്മുടെ അവസാന ഭാഗം, ഇന്നത്തെ കുടുംബങ്ങൾക്കുള്ള വിലപ്പെട്ട പാഠങ്ങൾ. ഇതിലെ ഏറ്റവും മനോഹരമായ പോയിന്റ് വരുന്നത് പാസ്റ്ററുടെ സമാപന പ്രാർത്ഥനയിലാണ്. ആഷർ എന്ന പേരുള്ള ഒരു കുട്ടിയുടെ ജന്മദിന പ്രാർത്ഥനയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ മുഴുവൻ പങ്കുവച്ചത്. ബൈബിളിലെ ഒരു എബ്രായ വാക്കായ ആഷർ എന്നാൽ സന്തോഷം എന്നാണ് അർത്ഥം. അതെ, ഈ 7 സവിശേഷതകളും ആത്യന്തികമായി നമ്മെ കൊണ്ടെത്തിക്കുന്നത് യഥാർത്ഥ സന്തോഷമുള്ളൊരു കുട്ടിയിലേക്കും സന്തോഷമുള്ള ഒരു കുടുംബത്തിലേക്കുമാണ് എന്നദ്ദേഹം അടിവരയിട്ട് പറയുന്നു. ഈ വിശകലനം നാം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് തന്നെ വളരെ ഗൗരവമുള്ള ഒരു കാര്യം ചോദിച്ചു നോക്കൂ. ഈ പറഞ്ഞ മൂല്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് സജീവമാണോ? ഇന്നത്തെ മാതാപിതാക്കൾ നേരിടുന്ന പല വെല്ലുവിളികൾക്കും തലവേദനകൾക്കും ഈ പുരാതനമായ മാർഗരേഖ ഒരുപക്ഷെ കൃത്യമായ പരിഹാരമായേക്കാം, അല്ലേ? നിങ്ങളുടെ സ്വന്തം കുടുംബ സാഹചര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഈ ആശയങ്ങൾ ഒരു കാരണമാകട്ടെ എന്ന് ഞാൻ കരുതുന്നു. ചിന്തിക്കുക. കൂടുതൽ വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.